അപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് ഇനി ലോഗറിത്മിക് ഇനിക്വാളിറ്റീസിനാണ്. അപ്പോൾ നമ്മൾ ആദ്യം ലോഗിൻ്റെ ഫംഗ്ഷനെ പറ്റി ഒന്ന് അറിയാം, ഫംഗ്ഷൻ്റെ ഗ്രാഫിനെ പറ്റി അറിയണം. അപ്പോൾ ഒന്നെങ്കിൽ നമുക്കറിയാം ഒന്ന് എ ഒന്നെങ്കിൽ വണ്ണിനേക്കാളും വലുതാവാം, അല്ലെങ്കിൽ എ എന്ന് പറഞ്ഞാൽ എന്താണ്, എ എന്ന് പറഞ്ഞാൽ ബേസ് കേട്ടോ, സി 1ൻ്റെയും 0യുടെയും ഇടയിലാവാം. എ ഒരിക്കലും 1 ആവാൻ പാടില്ല കേട്ടോ, അതുപോലെ എ 0 ആവാൻ പാടില്ല, അൺഡിഫൈൻഡ് ആയി പോകും. അപ്പോൾ അങ്ങനെ വന്ന സമയത്ത് എ നമുക്കിനി എന്താണ് 1നേക്കാളും വലിയ കേസ് എന്ന് വെച്ചാൽ ബേസ് 1നേക്കാളും വലുതായിട്ടുള്ളൊരു കേസ് നമുക്ക് നോക്കാം. ഓക്കെ, അതിൻ്റെ ഗ്രാഫ് നമ്മളിങ്ങനെ y = log x, ബേസ് 1നേക്കാളും വലുതാണ്, 2 > 1 ആണല്ലോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഓരോ വാല്യൂസ് ഇട്ട് കൊടുക്കും, log 0 ഇട്ട് കൊടുക്കും, x 0 എന്ന സമയത്ത് എത്രയാണ് y 1 ആവും, log 0 2⁻0 1 ആയതുകൊണ്ട് സോറി x 0 കൊടുക്കാനുള്ളൂ, ഞാൻ ഉദ്ദേശിച്ചത് x 1 കൊടുക്കുന്ന സമയത്ത് y എന്താവും, y 0 ആവും. അതേപോലെ ഇനി ഞാൻ കുറച്ചുകൂടി പോസിറ്റീവ് വാല്യൂസ് കൊടുത്തു ഗ്രാഫ്സ് ഓരോന്ന് 2 കൊടുത്തപ്പോൾ 1 ആയി, 4 കൊടുത്തപ്പോൾ 2 ആയി, 8 കൊടുത്തപ്പോൾ നെഗറ്റീവ്സ് കൊടുത്ത്, നെഗറ്റീവ്സ് എത്ര കൊടുത്താൽ -1 കൊടുത്ത്, ഇവിടെ -1 കൊടുത്തപ്പോൾ എത്ര വരും, അങ്ങനെ ഓരോ എക്സിൻ്റെ വാല്യൂസും ഓരോ വൈയുടെ വാല്യൂസും അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഗ്രാഫ് പ്ലോട്ട് ചെയ്തപ്പോൾ മനസ്സിലായി ഇങ്ങനെ പൊന്തുന്ന ഒരു ഗ്രാഫ്സാണ്. അപ്പം നമ്മുടെ ബേസ് 1നേക്കാൾ വലിയ സമയത്ത്, ബേസ് 1നേക്കാൾ വലുതാവുന്ന സമയത്ത് നമ്മുടെ ഈ പറഞ്ഞ ലോഗ് ഫംഗ്ഷൻ ഇൻക്രീസിങ് ഫംഗ്ഷനാണ്. എന്ന് വെച്ചാൽ വലിയ എക്സിന് വലിയ വൈ എന്ന് വെച്ചാൽ x1 > x2 ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ലോഗ് അല്ലെങ്കിൽ അതിൻ്റെ ഫംഗ്ഷൻ x1 > log x2 ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, ബിക്കോസ് ബേസ് 1നേക്കാളും വലുതാവുന്ന സമയത്ത് ലോഗ് എന്ന് പറഞ്ഞാൽ അതൊരു ഇൻക്രീസിങ് ഫംഗ്ഷനാണ്. സോ അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ലോഗിൻ്റെ ബേസ് 1നേക്കാളും വലുതാണെങ്കിൽ നമുക്ക് ഇൻക്രീസിങ് ഫംഗ്ഷനായിട്ട് തന്നെ കണക്കാക്കാൻ പറ്റും. അങ്ങനെ ആവുന്ന സമയത്ത് നമുക്ക് ഒന്നെങ്കിൽ ലോഗ് പൊട്ടിക്കാം, ലോഗ് ക്യാൻസൽ ചെയ്യാം, അല്ലെങ്കിൽ ലോഗ് എക്സ്ട്രാ ആഡ് ചെയ്യാം. അങ്ങനെ ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് ഇനിക്വാളിറ്റിൻ്റെ സൈൻ അതേപോലെ തന്നെ ഉണ്ടാവും. എന്ന് വെച്ചാൽ x1 > x2 ആണെങ്കിൽ ലോഗ് x1 > x2 തന്നെ ആയിരിക്കും. ഇനി അടുത്ത കേസ് നമുക്ക് നോക്കണം. ഫോർ എക്സാമ്പിൾ ഇവിടെ കുറച്ചുണ്ട്, ഇതാ 6 ഇത് ട്രൂ സ്റ്റേറ്റ്മെൻറ്റ്, കാരണം വെച്ചാൽ ബേസ് ഇതിനേക്കാളും വലുതാണ്, 1നേക്കാളും വലുത്. അപ്പോൾ 6 > 5 ട്രൂ ആണ്, ഇതും ട്രൂ സ്റ്റേറ്റ്മെൻറ്റ് ആണ്. അപ്പോൾ ഇങ്ങനെയാണെങ്കിലോ നമുക്കിന്ന് ലോഗിനെ ക്യാൻസൽ ചെയ്യാൻ പറ്റും. ഓക്കെ, ബിക്കോസ് 3 ബേസ് 1നേക്കാളും വലുത്, അപ്പോൾ x > 28 എന്ന രീതിയിൽ എഴുതാൻ പറ്റും. ഓക്കെ, ഇനി നമ്മുടെ ലോഗിൻ്റെ ഉള്ളിലുള്ള ബേസ് അത് 1നേക്കാളും ചെറുതാകുന്ന സമയത്ത് അതൊരു അടുത്ത കേസാണ്. സോ അത് നമ്മൾ ലോഗിൻ്റെ ഉള്ളിൽ ബേസ് 1/2 കൊടുത്ത് എന്നിട്ട് ഓരോന്ന് ഈ ഒരു ഫംഗ്ഷൻ്റെ ഗ്രാഫ് എക്സിന് ഓരോ വാല്യൂസ് കൊടുക്കാൻ പറ്റുന്ന എല്ലാ വാല്യൂസും കൊടുത്ത് വൈയുടെയും എക്സിന് ഓരോ വാല്യൂസ് കൊടുത്ത് വൈയുടെ വാല്യൂസ് അപ്പോൾ പ്ലോട്ട് ചെയ്തപ്പം ഇങ്ങനെ ഒരു ഡിക്രീസിങ് ഫംഗ്ഷൻ നമുക്ക് കാണാൻ സാധിച്ചത്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാകും ഇതെന്ന് പറഞ്ഞാൽ ഡിക്രീസിങ് ഫംഗ്ഷൻ എന്ന് വെച്ചാൽ x1 > x2 ആണെങ്കിൽ ലോഗ് x1 ദാറ്റ് ഈസ് ലെസ് ദാൻ, സൈന് ഓപ്പോസിറ്റായി ലെസ് ദാൻ ലോഗ് x2 എന്ന രീതിയിലാവും. അങ്ങനെ ആകുമ്പോൾ ലോഗിൻ്റെ ഉള്ളിൽ ബേസ് അത് ലെസ് ദാൻ 1 ആവും, ദാറ്റ് മീൻസ് 0യുടെയും 1ൻ്റെ ഇടയിലാവുന്ന സമയത്ത് നമ്മൾ ലോഗിനെ പൊട്ടിക്കുക, ലോഗിനെ ക്യാൻസൽ ചെയ്യുക, അല്ലെങ്കിൽ ലോഗ് എക്സ്ട്രാ ആഡ് ചെയ്യുന്ന സമയത്ത് ഇനിക്വാളിറ്റിയുടെ സൈന് റിവേഴ്സ് ആവുന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓക്കെ, അങ്ങനെ ഇവിടെ നോക്കുക, ലോഗ് എക്സ് ഇത് ബേസ് 1നേക്കാളും ചെറുതാണ്. അങ്ങനെ ആകുമ്പോൾ ഇത് ഞാൻ ലോഗ് പൊട്ടിക്കും, ബിക്കോസ് രണ്ട് ബേസ് സെയിം ആണെങ്കിൽ മാത്രം ഇങ്ങനെ ക്യാൻസൽ ചെയ്യാൻ പാടില്ല, അല്ലാണ്ട് വെറുതെ ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. പിന്നെ എക്സ് ലെസ് ദാൻ ആണോ അല്ല ഗ്രേറ്റർ ദാൻ 2 എന്ന രീതിയിലാവും, റിവേഴ്സ് ആവും, ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി ലോഗരിഥമിക് ഇനിക്വാളിറ്റീസ് സോൾവ് ചെയ്യേണ്ട മെത്തേഡ്സ് ആണ്. ആദ്യം എന്ത് ചെയ്യാം, ബേസിനെ പറ്റി ചിന്തിക്കുക, ബേസ് ചെക്ക് ചെയ്യാം. ബേസ് ചെക്കിന് ശേഷം നമുക്ക് ലോഗ് പൊട്ടിക്കാം. എന്നിട്ട് ലോഗ് പൊട്ടിക്കുമ്പോൾ അതിന് ചെക്ക് ചെയ്യണം ബേസ് ഏത് രീതിയിലാണ്, അതിനനുസരിച്ചാണ് ഇനിക്വാളിറ്റി അതേപോലെ തന്നെ നിർത്തണം അല്ലെങ്കിൽ ഇനിക്വാളിറ്റി റിവേഴ്സ് ചെയ്യണം, നമ്മൾ ചിന്തിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ ഓക്കെ ബേസ് എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ 1 അപ്പോൾ നമുക്ക് എന്ത് ചെയ്ത് പൊട്ടിക്കാൻ പറ്റും. ശരി, ലോഗ് 0. ഇപ്പോൾ ലോഗ് 0 ഞാൻ എന്താ പറയുകയാണ്, ലോഗ് ബേസ് 7 തന്നെ കൊടുക്കുകയാണ്. ഇവിടെ ഞാൻ എന്താ 1 കൊടുക്കുകയാണ്, കാരണം 7 എന്ത് ഓരോ കൊടുത്തതിന് 0 തന്നെ, ഇതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 0 തന്നെയാണ്. ഓക്കെ, പിന്നെയോ ലോഗ് 7 2x - 6 / 2x - 1 റൈറ്റ്. ഓക്കെ, ഇത് 7 ബേസ് വലുതായതുകൊണ്ട് നമുക്ക് എന്ത് ഇത് ക്യാൻസൽ ചെയ്യാൻ പറ്റും, ബിക്കോസ് 7 അത് അതേപോലെ തന്നെ ഇനിക്വാളിറ്റി അതേപോലെ തന്നെ. സോ 2x - 6 2x - 1 ഗ്രേറ്റർ ദാൻ 1 എന്ന് നമുക്ക് എഴുതുന്നതിന് കുഴപ്പമില്ല. പക്ഷെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ചെയ്യുന്നതിൻ്റെ മുമ്പ് ആദ്യം നമ്മൾ ലോഗിന് ഡെഫിനിഷൻ ട്രൂ ആവണം. ലോഗിൻ്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ 2x - 6 / 2x - 1 അത് എപ്പോഴും എന്തിനേക്കാളും വലുതാവണം, അത് 0നേക്കാളും വലുതാവണം, എന്നാലേ ഡിഫൈൻഡ് ആവുള്ളൂ അല്ലേ. അപ്പോൾ അത് നമ്മൾ ആദ്യം ചെക്ക് ചെയ്ത് വെക്കണം, 0നേക്കാളും വലുതാവണം. അപ്പോൾ ഇവിടുന്ന് നമുക്ക് അതിന് ശേഷം ആ ചെക്ക് ചെയ്തതിന് ശേഷം നമ്മൾ നോർമലായിട്ട് ക്വസ്റ്റ്യൻസ് അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട് അത് 1നേക്കാളും വലുതാണ്. അതുകൊണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇനി ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, ഇത് 0നേക്കാളും വലുതാണോ എന്നുള്ള കാര്യം നമ്മൾ ചെക്ക് ചെയ്യേണ്ട നോ നീഡ് എന്നാണ്, അത് ചെക്ക് ചെയ്യണം നിർബന്ധമില്ല. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു സംഭവം സോൾവ് ചെയ്യണം. ഈ സംഭവം നോർമലായിട്ട് വേവി കർവ് മെത്തേഡ് 2x - 6 / 2x - 1 -1 ഗ്രേറ്റർ ദാൻ 0 എന്നിട്ടോ 2x - 6 - 2x + 1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഡിവൈഡ് ബൈ 2x - 1 ഉണ്ട്.
അപ്പോൾ ഇവിടെ നിന്ന് 2x ക്യാൻസലായി. പിന്നെ എന്തായി 5 ഉണ്ട്. 5 നെഗറ്റീവ് -5 സോ നമുക്ക് പറയാം 2x - 1 <0. അത് മൈനസ് നെഗറ്റീവ് ഇങ്ങോട്ടേക്ക് പോയപ്പം അപ്പം 2x തെറ്റിപ്പോയി. 2x <1/2 എന്ന രീതി കിട്ടും. ഐ മീൻ x <1/2 എന്ന രീതി കിട്ടും. x 1/2 ചെറുതാണ്. x 1/2 ചെറുതാണെന്ന് പറഞ്ഞാൽ -∞ മുതൽ 1/2 വരെ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇതാണ് പരിപാടി. ഇനി നമുക്ക് വേറൊരു രീതിയിൽ ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ ഇതിനെ വേറെ ലോഗ് ഇങ്ങനെ എഴുതി log 1 to the base 7 അങ്ങനെയുള്ള എഴുതുന്നതിൻ്റെ പകരം തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ 7 raised to നമ്മൾ നോർമലായിട്ട് log 8 base 2 is equal to നമ്മൾ എന്താ പറയും 3 ആണ്. 2 raised to 3 2 raised to that is 8 is equal to 8 അങ്ങനെയല്ലേ വരിക 2 raised to 3. അതേപോലെ തന്നെ ഈ 7 raised to 0 അത് 1 ആണ്. അപ്പോൾ തന്നെ നമുക്ക് ഈ ഒരു ഇത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യാം. ഓക്കെ, അങ്ങനെ ചെയ്യാം. പക്ഷേ സൈനെ പറ്റി ചിന്തിക്കണം. സൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ബേസ് ഉണ്ടല്ലോ, ബേസ് <1 ആവുന്ന സമയത്ത് അങ്ങനെ ഈ ഒരു മെത്തേഡ് ഡയറക്റ്റ് മെത്തേഡ് ചെയ്യുന്ന സമയത്ത് എന്താവും ഇനിക്വാളിറ്റി ജസ്റ്റ് ഒന്ന് റിവേഴ്സ് ആവും എന്നുള്ള കാര്യം മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. x². നമ്മൾ ആദ്യം ലോഗ് ഡിഫൈൻഡ് ആയിരിക്കണം. സോ x² - 5x + 6 അത് 0-നേക്കാളും വലുതാവണം. അത് നമ്മൾ ഡിഫൈൻഡ് ആയിരിക്കണം. ദാറ്റ് മീൻസ് x - 3 x - 2 അത് 0-നേക്കാളും വലുതാവണം. അപ്പോൾ എന്ത് ചെയ്യാം 3 2 പ്ലസ് മൈനസ് പ്ലസ് അത് 0-നേക്കാളും വലുതാണ്. മീൻസ് -∞ മുതൽ അത് 2 ആവണം. യൂണിയൻ 3 മുതൽ ∞ ആവണം. ഓക്കെ, ഇപ്പോൾ ഡിഫൈൻഡ് ആവുന്ന കേസ് എടുത്തു. ഇനിയുള്ളത് ഇത് ബേസ് എന്താണ് വലുതാണ് 1-നേക്കാളും വലുതാണ്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ഇങ്ങനെ കൊണ്ടുപോകാം. അപ്പം 5 raised to -1 എന്ന് വെച്ചാൽ 1/5 ആണ്. 1/5 x² - 5x + 6 ആണ്. ഇങ്ങനെയാണെങ്കിൽ ഇത് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും. സോ x² - 5x ഈ 5 ഇങ്ങോട്ടേക്ക് അടിക്കാൻ പറ്റും അല്ലേ. 5 ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നാൽ 5x² - 5x + 30 > 0 > 1 അത് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുമ്പോൾ 29 വരും. അപ്പം ഈ പറഞ്ഞ ക്വാഡ്രാറ്റിക് നോർമലായിട്ട് നമ്മൾ -b+or- ഉപയോഗിച്ചിട്ട് സോൾവ് ചെയ്യാം. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് 2 ഇത് കിട്ടും, പ്ലസ് മൈനസ് അതൊക്കെ കിട്ടും. അങ്ങനെ നമുക്ക് ഇവിടുന്ന് എന്തിട്ട് x belongs to ഒരു സംഭവം കിട്ടും. റൈറ്റ്, x belongs to ഈ സംഭവം കിട്ടും. എന്നിട്ടോ x belongs to ഈ സംഭവം കിട്ടി ഇങ്ങനെ ഉത്തരം കിട്ടിയെന്ന് പറയാൻ പറ്റില്ല, ഇതാണ് ഉത്തരം എന്ന് പറയാൻ പാടില്ല. നമ്മൾ ആദ്യം ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഈ ലോഗ് ഡിഫൈൻഡ് ആവണം അല്ലേ. ലോഗ് ഡിഫൈൻഡ് ആവുന്ന കണ്ടീഷനിൽ നമ്മൾ ഇത് വാല്യൂസ് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കിട്ടുന്ന വാല്യൂസും എന്ത് ചെയ്യുക ഇൻ്റഗ്രേറ്റ് അല്ല ഇൻ്റർസെക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഉത്തരമാണ് കറക്റ്റ് ഉത്തരം. ഓക്കെ, പക്ഷേ നമ്മളതിന് ഇൻ്റർസെക്ഷൻ ശരിക്കും ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ശ്രദ്ധിക്കുക. എന്തുകൊണ്ടാണ് ചെയ്യേണ്ടത്, നമുക്ക് ആരെയും പറയേണ്ടത് ഈ ചങ്ങായി 0-നേക്കാളും വലുതാവണം, അത്രയല്ലേ ഉള്ളൂ. അത് വലുതാവോ ഇല്ലയോ എന്നങ്ങനെ ഡൗട്ട് ഉണ്ടോ? കാരണം വെച്ചാൽ നമ്മൾ ഒന്നാമത്തെ സ്റ്റെപ്പിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്താ x² - 5x + 6 > 1/5 എന്നാണ്. 1/5-നേക്കാളും വലുതാണെങ്കിൽ 0-നേക്കാളും സ്വാഭാവികമായിട്ടും വലുത് തന്നെയാണ് അല്ലേ. പിന്നെ ഇത് എക്സ്റ്റേണലി നമ്മൾ നോക്കേണ്ട ആവശ്യമില്ലായിരുന്നു കേട്ടോ, ഇങ്ങനെ ചെയ്യേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു. ഡയറക്റ്റ് ഈ ഉത്തരം തന്നെയാണ് കറക്റ്റ് ഉത്തരം. ഇനി അടുത്ത ദിവസം നോക്കാം. ഓക്കെ, ഇവിടെ നോക്കി ഈ സംഭവം ഇതിനെയാണ് ടി എന്ന് വിളിക്കുകയാണ്. ആദ്യം ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ log 3 to the base log 5x അതെന്തായിരിക്കണം, ഈ കംപ്ലീറ്റ് സാധനം > 0 ആയിരിക്കണം. പോരായിട്ട് log 5 to the base x അതെന്തായിരിക്കണം, അത് > 0 ആയിരിക്കണം. പോരായിട്ട് എക്സും > 0 ആയിരിക്കണം അല്ലേ. ഓരോന്നിൻ്റെ ലോഗിൻ്റെ ഉള്ളിൽ ഈ പറഞ്ഞ സാധനം ഒരു ലോഗിൻ്റെ ഉള്ളിലാണ്, അപ്പോൾ അയാൾ വലുതായിട്ട് 0-നേക്കാൾ വലുതാണ്. ഈ പറഞ്ഞ സാധനം മറ്റൊരു ലോഗിൻ്റെ ഉള്ളിലാണ്, അപ്പോൾ ഇയാളും 0-നേക്കാളും വലുതാണ്. എക്സ് ഒരു ലോഗിൻ്റെ ഉള്ളിലാണ്, അപ്പോൾ അയാളും 0 ആവണം. ഓക്കെ, ഈ പറഞ്ഞ കണ്ടീഷൻസ് നമ്മളെ ലോഗിന് ഡെഫിനിഷൻ കണ്ടീഷൻസ് ആണ്. ഇനിയുള്ളത് വെച്ചാൽ നമ്മൾ നോർമലായിട്ട് ഇത് ബേസ് എന്താണ് നോർമൽ 1-നേക്കാളും വലുത്. അപ്പം 2 raised to 0 that is 1. സോ log 3 log 5x that is > 1 എന്ന് എഴുതാൻ പറ്റും. ഇത് 1 ആണ്, അപ്പം 3 മുകളിലോട്ടേക്കും. അപ്പം log 5x > 3:1 that is 3 x > എന്ന് പറയാൻ പറ്റും 5 raised to 3 that is 5 5 125 എന്ന് കിട്ടും. x 125-നേക്കാളും വലുതാണ്. ശരി, ഇനി ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ ഈ ചങ്ങായി > 0 ആണെന്ന് പറയണം. ഇവിടുന്ന് തന്നെ നമുക്ക് ആ ഒരു കണ്ടീഷൻ ഡയറക്റ്റ് കിട്ടിയത് > 0 ആണ്. അപ്പോൾ നമ്മൾ ഇതിന് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, നോ നീഡായി ചെക്ക് ചെയ്യേണ്ട ആവശ്യം ഇല്ല. അതേപോലെ ഈ ചങ്ങായോ അത് > 0 ആണെന്ന് തെളിയിക്കണം. ഇവിടെ നിന്ന് തന്നെ നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട് അയാൾ > 0. സോ ഈ ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. പോരായിട്ട് x 125-നേക്കാളും വലുതാണ്, x > 0 അതും ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഉത്തരം ഡയറക്റ്റ് x > 125 കിട്ടിന് 125 മുതൽ ∞ വരെയാണ് ഉത്തരം. ഓക്കെ, ഇത്രയേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാ ബേസ് നോക്കിക്കോ. ബേസ് വേറെ ടൈപ്പ് ബേസ് അല്ലേ. അപ്പം ആദ്യം ഡിഫൈൻഡ് ആയിരിക്കണം. സോ x² - x - 2 > 0 ആയിരിക്കണം. അതേപോലെ ഈ ചങ്ങായും > 0 ആയിരിക്കണം. സോ അതാണ് നമ്മുടെ ഡെഫിനിഷൻ കേസ്. ഇതാ അത് > 0 ആണോ, ഇതും > 0 ആണോ. ഓക്കെ, ഇനി x² - ഇതോ -2. അപ്പം
എക്സ് സ്ക്വയർ ഇത് രണ്ടും കട്ട് ചെയ്യുന്ന സമയത്ത് ഇനിക്വാളിറ്റി ഓപ്പോസിറ്റ് കാരണം വണ്ണിനേക്കാളും ചെറിയ വാല്യൂ ആണ്. സോ എക്സ് സ്ക്വയർ മൈനസ് എക്സ് മൈനസ് 2 ലെസ് ദാൻ മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 3 ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം. അന്നേരം 2x സ്ക്വയർ മൈനസ് 3x മൈനസ് 5 ലെസ് ദാൻ 0 എന്ന രീതി കിട്ടും. ഇത് എങ്ങനെ സോൾവ് ചെയ്യാം? ഇത് നമ്മൾ സ്പ്ലിറ്റിംഗ് ദി മിഡിൽ ടേം വെച്ച് ചെയ്തിട്ട് നമുക്ക് സോൾവ് ചെയ്യാം. വേവി കർവ് മെത്തേഡ് നോർമലായിട്ട് തന്നെ. എന്നിട്ട് നമുക്ക് എന്ത് എക്സിൻ്റെ ബിലോങ്സ് ടു ഇത് കിട്ടും, റൈറ്റ്? എന്നിട്ട് നമ്മൾ ലോഗിന് ഡെഫിനിഷൻ കേസും കൂടി ഡെഫിനിഷൻ ശരിയായാൽ മാത്രമേ നമുക്കിതിങ്ങനെ കട്ട് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ? അപ്പോൾ ആ ഡെഫിനിഷൻ കേസും കൂടി നമ്മൾ എന്ത് ചെയ്യണം? സോൾവ് ചെയ്യണം. ഇവിടുന്നും ഡെഫിനിഷൻ കേസിൻ്റെ എക്സ് ബിലോങ്സ് ടു കണ്ടെത്തണം. അങ്ങനെ ഈ 3 സാധനങ്ങളുടെ ഇൻ്റർസെക്ഷനാണ് ഉത്തരം എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ. അടുത്ത ക്വസ്റ്റ്യനും സിമിലർ ക്വസ്റ്റ്യൻ തന്നെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഒന്നാമത്തേന്ന് വെച്ചാൽ ഈ ചങ്ങായി ഗ്രേറ്റർ ദാൻ 0 ആവണം. അതാണ് ഈ ചങ്ങായി ഗ്രേറ്റർ ദാൻ 0. പോരായിട്ട് ഇതിൻ്റെ ഉള്ളിലുള്ള ചങ്ങായി അത് ഗ്രേറ്റർ ദാൻ 0 ആവണം. ഓക്കെ, അപ്പോൾ ഞാൻ പറയുകയാണ് ഇത് 0.5 ആണ്, 1നേക്കാളും ചെറുതാണ്. സോ ലോഗ് 1നേക്കാൾ ചെറുതായതിൻ്റെ ഉള്ളിലുള്ള സാധനം. സോ ലോഗ് 5x സ്ക്വയർ മൈനസ് 4 ദാറ്റ് ഈസ് ലെസ് ദാൻ, ഇത് കട്ടായി, ലോഗ് കട്ടായി, ലെസ് ദാൻ ഇനിക്വാളിറ്റി ചേഞ്ച് ആയി 1, റൈറ്റ്? എന്നിട്ടോ ഇത് ബേസ് ഗ്രേറ്റർ ദാൻ 1. സോ 5 ലെസ് ദാൻ എക്സ് സ്ക്വയർ മൈനസ് 4 എന്നുള്ള കാര്യം മനസ്സിലായിട്ടുണ്ട്, റൈറ്റ്? എന്നിട്ടോ എക്സ് മൈനസ് 2 അല്ലേ വേണ്ട. ഓക്കെ, അത് ലെഫ്റ്റിൽ കൊണ്ടുവന്നപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് 9 ലെസ് ദാൻ. അപ്പോൾ നമുക്ക് എക്സിൻ്റെ ഒരു വാല്യൂസ് കിട്ടിയിട്ടുണ്ട്. ശരി, ഇനി നമ്മൾ ഡെഫിനിഷൻ കണ്ടീഷൻസ് ഈ ചങ്ങായി ഗ്രേറ്റർ ദാൻ 0 ആവണം. സോ ഈ ചങ്ങായി ഗ്രേറ്റർ ദാൻ 0 ആവണം. സോ ഇത് ബേസ് വലുതായതുകൊണ്ട് 5 ദാറ്റ് ഇസ് 1. സോ എക്സ് സ്ക്വയർ മൈനസ് 4 ഗ്രേറ്റർ ദാൻ 1 ആണെന്ന് കാര്യം മനസ്സിലായി. സോ അന്നേരം അതുകൊണ്ട് ഈ ചങ്ങായി ഗ്രേറ്റർ ദാൻ 0 അതും കൂടി ഗ്രേറ്റർ ദാൻ 0 ആവണം. എക്സ് സ്ക്വയർ മൈനസ് 4 ഗ്രേറ്റർ ദാൻ 1 എന്നുള്ളതൊന്നും തെളിഞ്ഞു. അതുകൊണ്ട് ഇനി ഇത് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, അത് നോൺ നീഡായിട്ട് പോയി. ഇനി ഇവിടെ നമ്മൾ തന്നെ സോൾവ് ചെയ്യാം. എക്സിൻ്റെ സോൾവ് ചെയ്ത് നോർമൽ വേവി കർവ് മെത്തേഡ് പ്രകാരം എക്സ് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 2 വാല്യൂസ് കിട്ടും. ഇതിനെ ഇൻ്റർസെക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം കിട്ടും. ഓക്കെ, അതാണ് പോസിബിൾ ആൻസേഴ്സ്. ഇനി ഇത് ASRQ നല്ല ലെവൽ ക്വസ്റ്റ്യൻ ആണിത്. ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് കുറേ ഇതുണ്ട്. ആദ്യം നമ്മൾ ഈ റൂട്ടിനുള്ള സാധനം എന്തായാലും അത് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0. ദാറ്റ് മീൻസ് ലോഗ് ഈ പറഞ്ഞ കംപ്ലീറ്റ് ആണ്. ലോഗ് കംപ്ലീറ്റ് അത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്നുള്ള കാര്യം മനസ്സിലായിട്ടുണ്ട്. ഇത് ഡിഫൈൻഡ് ആണ് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് ലോഗ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0 എന്ന് പറയുന്നത്. ശരി, ഇനി പറയേണ്ടത് വെച്ചാൽ ഒന്നാമത്തെ ലോഗിൻ്റെ ഡെഫിനിഷൻ ഈ ചങ്ങായി ഇതാണ് നമ്മൾ ഇവിടെ മുതൽ ഈ സാധനം അതാണ് ഇത്. അത് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു എന്തായിരിക്കണോ? അല്ല, അതിൻ്റെ മുമ്പേ അത് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0 എന്നുള്ളത് നമ്മൾ എഴുതി വെക്കണം. ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു വെറും ഗ്രേറ്റർ ദാൻ 0 എന്ന് പറയണം. അതേപോലെ ഇയാളും ഗ്രേറ്റർ ദാൻ 0 എന്ന് പറയണം. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. അതേപോലെ ഇതും വേറൊരു ലോഗിൻ്റെ ഉള്ള. സോ എക്സ് സ്ക്വയർ മൈനസ് 2x പ്ലസ് a അതും ഗ്രേറ്റർ ദാൻ 0 എന്നുള്ള കാര്യം പറയണം. ശരി, ഇനി എന്ത് ചെയ്യുക? ഈ 4 എങ്ങോട്ടേക്കും? നേരെ അങ്ങോട്ടേക്കും. ബിക്കോസ് ഇറ്റ്സ് ബേസ് ഗ്രേറ്റർ ദാൻ 1 ആയതുകൊണ്ട് 4 ദാറ്റ് ഈസ് 1. അപ്പോൾ 1 ഇസ് ഈക്വൽ ടു ലോഗ് 3 ബേസ് 3. അപ്പോൾ 3 3 ആ 3 അവിടെ പോയി. പിന്നെ 2 ദാറ്റ് ഈസ് 8. സോ നമുക്ക് പറയാൻ എക്സ് സ്ക്വയർ മൈനസ് 2x പ്ലസ് a ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 8 എന്ന് പറയാൻ പറ്റും. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 8 എന്ന് പറയാൻ പറ്റും. എക്സ് സ്ക്വയർ മൈനസ് 2x പ്ലസ് a മൈനസ് 8 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറയാൻ പറ്റും. ഇനി ഇവിടെ നിന്നാണ് നമ്മളൊരു അനാലിസിസ് സ്കിൽസ് വേണ്ടത്. നമുക്കൊരു കാര്യം അറിയാം, ഒരു ക്വാഡ്രാറ്റിക് ഇതിപ്പോൾ ഞാൻ ഇതിൻ്റെ ബി സ്ക്വയർ ഇതിൻ്റെ എന്തെടുക്കുകയാണ്? ഡിസ്ക്രിമിനൻ്റ് ദാറ്റ് ഈസ് ബി സ്ക്വയർ ദാറ്റ് ഈസ് 4 മൈനസ് ബി സ്ക്വയർ മൈനസ് 4ac. സോ 4 ഇൻറ്റു 1 ഇൻറ്റു c എന്ന് പറഞ്ഞാൽ a മൈനസ് 8, റൈറ്റ്? അതെന്തായിരിക്കണം? അത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആണെങ്കിൽ അത് ലെസ് ദാൻ ഈക്വൽ ടു 0 ആണെങ്കിൽ ഓക്കെ, അത് ലെസ് ദാൻ 0 ആണെങ്കിൽ ഇതെന്തായാലും പോസിറ്റീവാണ്. അപ്പം ഈ സാധനം എപ്പോഴും പോസിറ്റീവ്, ഒരു ക്വാഡ്രാറ്റിക് എപ്പോഴും പോസിറ്റീവാണ്. അതിൻ്റെ പ്രത്യേകത എന്താണ്? അതിൻ്റെ ഡിസ്ക്രിമിനൻറ്റ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആവണം എന്നല്ലേ ഉള്ളൂ അല്ലേ? അതിൻ്റെ ഡിസ്ക്രിമിനൻറ്റ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആവണം. ഈക്വൽ ടു എന്തുകൊണ്ടാണ്? ബിക്കോസ് ആ ഒരു ഇത് പോയിട്ടുണ്ട്, റൂട്ടിൻ്റെ സാധനം പോയിട്ടുണ്ട്. പിന്നെ മൈനസ് 2 മാത്രമല്ലോ 2x ഡിവൈഡഡ് ബൈ 2a. അപ്പോൾ 1 തന്നെയല്ല. അപ്പം എല്ലാം പോസിറ്റീവാன സാധ്യതകളാണ്. സോ അതുകൊണ്ട് നമ്മൾ പറയുന്നത് വെച്ചാൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറയുന്നത് ഡിസ്ക്രിമിനൻറ്റ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. ദാറ്റ് മീൻസ് ഈ പറഞ്ഞ സാധനം 0 ആണ്. അപ്പോൾ ഞാൻ പറയും 4 ഇൻറ്റു a മൈനസ് 8 എന്ന് പറയാൻ പറ്റും, റൈറ്റ്? സോ a മൈനസ് 8 ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 1 എന്ന് പറയാൻ പറ്റും. സോ a ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 9 എന്ന് പറയാൻ പറ്റും. സോ a എന്ന് പറഞ്ഞാൽ 9 മുതൽ ഇൻഫിനിറ്റി വരെയാണെന്നുള്ള കാര്യം മനസ്സിലായിട്ടുണ്ട്, റൈറ്റ്?
ഇനി നമ്മളൊരു കാര്യം നടത്തിയെന്ന് വെച്ചാൽ 3 ഇതിങ്ങോട്ടേക്ക് പോയി, ഈ സാധനം 4:01. അപ്പം ഈ ടേം എന്തായി, അത് ഗ്രേറ്റർ ദാൻ 0 എന്നുള്ള കാര്യം ഓൾറെഡി പ്രൂവ്ഡ് ആയി. സോ ഇത് നോ നീഡാണ്, ഇത് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനിയോ 3 എത്രയോ ഇത് 1 സോ 3 സോ ഇതെന്ന് പറഞ്ഞാൽ 3നേക്കാളും വലുതാണ് കാര്യം പ്രൂവ് ആയി. സോ അതും ഇത് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, അതുപോലെ ഇതും ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ചില സാധനങ്ങൾ വേഗം ചെക്ക് ചെയ്യാണ്ട് തന്നെ നമുക്ക് പോയി കിട്ടിക്കോളും, എല്ലാം ചെക്ക് ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഇനി അടുത്ത കണ്ടീഷനാണ് വേരിയബിൾ ബേസ് ആണ്. വേരിയബിൾ ബേസ് അത് നല്ലൊരു ലെവൽ ഇതാണ്. വേരിയബിൾ ബേസ് ആകുമ്പോൾ ബേസും വേരിയബിൾ ആകും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, 2 കണ്ടീഷൻ എടുക്കുക. ഒന്ന് നമ്മൾ ബേസ് 1നേക്കാളും വലുതാവുന്ന കേസ്, ഓക്കെ, എന്നിട്ട് നമ്മൾ അതിനനുസരിച്ച് സോൾവ് ചെയ്യാം. എന്നിട്ടോ ബേസ് 1നേക്കാളും ചെറുതാവുന്ന കേസ്, അതിനനുസരിച്ച് സോൾവ് ചെയ്യാം. എന്നിട്ട് രണ്ടും സോൾവ് ചെയ്ത സാധനങ്ങളും രണ്ടും ആവാമല്ലോ, രണ്ടും ബേസ് മേ ബി 1നേക്കാളും വലുതാവും, പിന്നെ ചെറുതാവാം. അപ്പോൾ രണ്ടും ആവാം. അതുകൊണ്ട് നമ്മൾ യൂണിയൻ എടുക്കും. 2 കിട്ടുന്ന സൊല്യൂഷൻസ് എന്ത് ചെയ്യും, യൂണിയൻ എടുക്കും. ഓക്കെ, അത് കിട്ടുന്ന ആൻസർ അവിടെ വെക്കുക. എന്നിട്ടോ നമ്മൾ ഈ പറഞ്ഞ ലോഗരിതം ഡെഫിനിഷൻ, ലോഗരിതം എവിടെയാണോ ഡിഫൈൻ ചെയ്യുന്നത് ആ ഏരിയ നമ്മൾ ഓർമ്മിച്ച് വെക്കുക. ലോഗരിതം എവിടെയാണ് ഡെഫിനേഷൻ, അവിടെ ആ ഒരു എക്സ് ബിലോങ്സ് ടു, ലോഗരിതം എവിടെയൊക്കെയാണ് ഡിഫൈൻ ആവുന്നത് ആ എക്സ് ബിലോങ്സ് ടു നമ്മൾ കണ്ടെത്തി വെക്കുക. എന്നിട്ട് ലാസ്റ്റ് നമുക്ക് നേരത്തെ കിട്ടിയ യൂണിയൻ ചെയ്തിട്ടുള്ള ആൻസർ കിട്ടുമല്ലോ, ആ ആൻസറും ഈ പറഞ്ഞ ഡെഫിനേഷനും രണ്ടും നടക്കണം. ഡെഫിനേഷനായിട്ട് പൊരുത്തപ്പെടുകയും വേണം, ആൻസേഴ്സും വരണം. അപ്പോൾ അത് രണ്ടും ഇൻ്റർസെക്ഷൻ ചെയ്യാം. അന്നേരമാണ് നമുക്ക് ഫൈനൽ ആയിട്ടുള്ള ആൻസർ കിട്ടുക. ഓക്കെ, അപ്പോൾ നമുക്കതിൻ്റെ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് നോക്കാം. അത് ഈ പറഞ്ഞ സംഭവം തന്നെ ഇപ്പം ഞാൻ ഒന്ന് ചെറുതായിട്ട് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, ക്വസ്റ്റ്യൻസിൽ നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ ഇവിടെ നമുക്ക് വേരിയബിൾ ബേസ് ഉണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ഡെഫിനിഷൻ എന്ന് എഴുതി വെക്കുക. എന്താണ് 2x - 3/4 അതെന്തായിരിക്കണം, ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം എന്നുള്ളത്തെ കാര്യം. കാരണം ആവണല്ലോ ലോഗിൻ്റെ ഉള്ളിൽ ഗ്രേറ്റർ. പിന്നെ എക്സ് അതും ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം ഡെഫിനിഷൻ പ്രകാരം. അപ്പോൾ ഇത് രണ്ടും അവിടെ എഴുതി വെക്കുക. സന്തോഷം. പിന്നെ ഉള്ളത് ഡെഫിനിഷൻ ഞാൻ പറയുന്നത് കേസ് 1, എക്സ് ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ, എക്സ് ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ ഇയാൾ ബേസ് ഗ്രേറ്റർ ദാൻ 1 ആണ്. സോ എക്സ് സ്ക്വയർ, ഇതിന് ഇനീക്വാളിറ്റിക്ക് ഒരു വ്യത്യാസവും ഇല്ല. ദാറ്റ് ഈസ് 2x - 3/4 വരും. സോ ദാറ്റ് ഈസ് 8x - 3 is equal to greater than 4x square വരും. സോ 4x square - 8x + 3 ദാറ്റ് ഈസ് ലെസ് ദാൻ 0 വരും. ഇവിടുന്ന് നമുക്കിനി സോൾവ് ചെയ്യാം. അപ്പോൾ ഞാനിതിങ്ങനെ ഫാക്ടറൈസ് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്താണ് 2x - 1 2x - 3 ലെസ് ദാൻ 0, ഒന്ന് 1/2 പിന്നെ അതിനേക്കാളും ചെറുതായിട്ടുള്ളത് അല്ല, പിന്നെ 3/2 പ്ലസ് മൈനസ് പ്ലസ്. അപ്പം 1/2 മുതൽ 3/2 വരെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. റൈറ്റ്, ഇത് എഴുതി വെക്കുക. കേസ് 1 എന്ന് കിട്ടിയ ആൻസറാണ്. ഇനിയോ കേസ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചങ്ങായി ലെസ് ദാൻ 0 ആണ്, എക്സ് ലെസ് ദാൻ 0 ആകുമ്പോൾ ബേസ് ചെറുതാണ്. സോ എക്സ് സ്ക്വയർ ഇനിക്വാളിറ്റി എന്താകും, ചേഞ്ച് ആവും. നേരത്തെ ഇനിക്വാളിറ്റി നേരെ അതേപോലെ തന്നെ നിൽക്കുക ചെയ്തത്, ഇപ്രാവശ്യം ബേസ് ചെറുതാണല്ലോ. ഇങ്ങനെ എക്സ് ലെസ് ദാൻ 1 ഇങ്ങനെ. സോ ഈ കേസ് ചെയ്യുമ്പോൾ ഒരു ഉത്തരം കിട്ടും. സ്വാഭാവികമായിട്ട് ഒരു ഉത്തരം കിട്ടും. ആ ഉത്തരവും നേരത്തെ ഇപ്പം ഞാൻ കണ്ടെത്തിയ ഉത്തരവും യൂണിയൻ എടുക്കാം. യൂണിയൻ എടുത്തതിന് ശേഷം ഇനിക്വാളിറ്റീൻ്റെ ഡെഫിനിഷനായിട്ട് ഇൻ്റർസെക്ഷൻ ചെയ്യാം. അപ്പോൾ നമുക്ക് ഉത്തരം കിട്ടും. റൈറ്റ്, അപ്പോൾ ഇത് രണ്ടിൻ്റെ എങ്ങനെയാണ് കിട്ടാൻ, ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് 2x ഗ്രേറ്റർ ദാൻ 3/4, 8x ഗ്രേറ്റർ ദാൻ 3, x ഗ്രേറ്റർ ദാൻ 3/8 എന്ന് കിട്ടും. 3/8 ഇത് x ഗ്രേറ്റർ ദാൻ 0. സോ x ഗ്രേറ്റർ ദാൻ 8 x ഗ്രേറ്റർ ദാൻ 0ൻ്റെ ഇൻ്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ x ഗ്രേറ്റർ ദാൻ 3/8 തന്നെയാണ്. ടോട്ടൽ വരുന്നത് x ഗ്രേറ്റർ ദാൻ 3/8 തന്നെയാണ് വരാൻ. ഓക്കെ, അങ്ങനെയാണ് ചെയ്യേണ്ടത് ക്വസ്റ്റ്യൻ. അടുത്ത ഈ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമുക്ക് ആദ്യം എന്താണ് നമ്മൾ ഡെഫിനിഷൻസ് എഴുതി വെക്കുക. ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ സൈഡിൽ എഴുതി വെക്കുക, ലെഫ്റ്റിൽ. എന്താണ് എക്സ് സ്ക്വയർ ഗ്രേറ്റർ ദാൻ 0 ആവണം. റൈറ്റ്, സോ എക്സ് സ്ക്വയർ ഓൾവേസ് ഗ്രേറ്റർ ദാൻ 0 ആണ്. സോ ഞാൻ എടുത്ത് പറയേണ്ട ആവശ്യമില്ല. പക്ഷേ എന്താണ് എക്സ് 0 ആവാൻ പാടില്ല. ആ ഡെഫിനേഷനിൽ പെടുന്ന സംഭവം. അതേപോലെ 2x + 3 അത് ഗ്രേറ്റർ ദാൻ 0 ആവണം. ദാറ്റ് മീൻസ് 2x ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ എക്സ് ഗ്രേറ്റർ ദാൻ -3/2, എക്സ് ഗ്രേറ്റർ ദാൻ -3/2. സോ ഇത് രണ്ടാണ് ഡെഫിനേഷൻ, എക്സ് ഗ്രേറ്റർ ദാൻ -3/2. സോ ഇത് രണ്ടും കൂട്ടി കഴിഞ്ഞാൽ എക്സ് 3/2 വലുതും ആവണം. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എക്സ് ബിലോങ്സ് ടു എങ്ങനെയാണ് -3/2 ടു ഇൻഫിനിറ്റി. എന്നാലോ മൈനസ് സെറ്റ് 0 അങ്ങനെയാണ്. ഇനി നമ്മളെ കേസ് 1, നമ്മളെ ഡിനോമിനേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഗ്രേറ്റർ ദാൻ 1, 2x + 3 അത് ഗ്രേറ്റർ ദാൻ 1 എന്നുള്ള കാര്യം മനസ്സിലാക്കി. സോ 2x ഗ്രേറ്റർ ദാൻ -2, സോ x ഗ്രേറ്റർ ദാൻ -1 എന്നുള്ള കാര്യം മനസ്സിലായി. സോ ഈ കണ്ടീഷനാണ് നമ്മൾ ആദ്യം കൊടുക്കുന്നത്. ഈ കണ്ടീഷൻ വെച്ചിട്ട് നമുക്കിനി സോൾവ് ചെയ്യാം. അങ്ങനെ ആകുമ്പോൾ ഇത് കട്ടാവും. റൈറ്റ്, ഇത് കട്ടായി കഴിഞ്ഞാൽ ഗ്രേറ്റർ ദാൻ 1 ആയതുകൊണ്ട് ഇനിക്വാളിറ്റി അതേപോലെ തന്നെ ഉണ്ടാവും. അന്നേരം x സ്ക്വയർ
2x പ്ലസ് 3 അല്ലോ എക്സ് സ്ക്വയർ മൈനസ് 2x മൈനസ് 3 ദാറ്റ് ഈസ് ലെസ് ദാൻ 0. എക്സ് മൈനസ് 3 അല്ല മൈനസ് അല്ല എക്സ് മൈനസ് 3 എക്സ് പ്ലസ് 1 ലെസ് ദാൻ 0 റൈറ്റ്. ഓക്കെ ഇതോ -1 ഇത് 3 പ്ലസ് മൈനസ് നമ്മുടെ മറ്റേ വേവിക്കോ. അപ്പം -1 മുതൽ 3 വരെ ആണ്. അപ്പോൾ -1 മുതൽ 3 വരെ ഈ പോയിന്റിലാണ് ഉള്ളത്. ഓക്കെ, പക്ഷേ ഈ പറഞ്ഞ എക്സ് വാല്യൂസ് നമ്മൾ എന്ത് അസ്യൂം ചെയ്തിട്ടാണ് 2x പ്ലസ് 3 ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 1 എന്നാണ്. സോ ദാറ്റ് മീൻസ് എക്സ് ഗ്രേറ്റർ ദാൻ -1 കൂടി ആവണം. സോ എക്സ് ഗ്രേറ്റർ ദാൻ -1 എന്ന് പറഞ്ഞാൽ ഇതും കൂടി ആവണം. അത് രണ്ടിന് ഇൻ്റർസെക്ഷൻ ചെയ്യണം. അങ്ങനെ ആകുമ്പോൾ -1 മുതൽ 3 വരെയാണ് ഇവിടുന്ന് കിട്ടുന്ന ഫൈനൽ ഏരിയ, ഫൈനൽ സംഭവം ഇവിടുന്ന് കിട്ടുന്ന ഫൈനൽ ഏരിയ. ഇനി അടുത്ത നമ്മുടെ രണ്ടാമത്തെ കേസ് 2x പ്ലസ് 3 അതോ ഒന്ന് 1ൻ്റെയും 0ൻ്റെയും ഇടയിൽ ദാറ്റ് മീൻസ് 2x ദാറ്റ് ഈസ് സ്വാഭാവികമായിട്ടും ഇത് -3 ചെയ്തപ്പോൾ -2 വരും, ഇവിടെ -3 വരും. സോ എക്സ് ദാറ്റ് ഈസ് -3/2 -1 റൈറ്റ്. ഇത് വെച്ചിട്ട് ചെയ്യുന്ന സമയത്ത് ഇനിക്വാളിറ്റി നമ്മളിത് കട്ടാക്കും. ഇനിക്വാളിറ്റി എന്താ റിവേഴ്സ് ആവും. സോ എക്സ് സ്ക്വയർ ഗ്രേറ്റർ ദാൻ 2x പ്ലസ് 3 എന്ന രീതിയിൽ വരും റൈറ്റ്. അത് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? എക്സ് സ്ക്വയർ മൈനസ് 2x മൈനസ് 3 ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 0 എന്ന് പറയാൻ പറ്റും. എക്സ് മൈനസ് 3 എക്സ് പ്ലസ് 1 ദാറ്റ് ഈസ് ഓൾസോ ഗ്രേറ്റർ ദാൻ 0. ഇവിടുന്ന് -1 വരക്കാം, 3 വരക്കാം, പ്ലസ് മൈനസ് ഇൻഫിനിറ്റി മുതൽ നമുക്ക് വരച്ചിട്ട് കാണിക്കാം. അതാകുമ്പോൾ രണ്ടിന് ഇൻ്റർസെക്ഷൻ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. -1 ഉണ്ട്, 3 ഉണ്ട്, ഇവിടെ മുതൽ ഇവിടം വരെ, പിന്നെന്താ ഇവിടെ മുതൽ ഇവിടം വരെ. പിന്നെ നമ്മൾ എന്ത് അസ്യൂം ചെയ്തിട്ടാണ് ഈ പറഞ്ഞ ഈ ഒരു റേഞ്ചിലാണ്. സോ -3/2 മുതൽ -1 വരെ. സോ -3/2 മുതൽ ദാറ്റ് മീൻസ് ഇവിടെ -3/2 ഉണ്ടാവുക. അപ്പോൾ ഇവിടെ മുതൽ ഇവിടം വരെ രണ്ടിനും കോമൺ ആയിട്ടുള്ള പാർട്ട് എന്തെന്നാണ്? ഡെഫിനറ്റ്ലി -3/2 മുതൽ -1 വരെ എന്നുള്ള പാർട്ടാണ് റൈറ്റ്. സോ നമ്മൾ ഈ രീതിയിലത്തെ ഫൈനൽ ഇയാൾ രണ്ടിനും പിടിച്ചിട്ട് ഇത് ചെയ്യാം. അപ്പോൾ നമുക്കൊന്ന് വരച്ച് കളയാം. ഒന്ന് -3/2 വേണം, -1 വേണം, 3 വേണം. ഇയാൾ ഇവിടെ മുതൽ ഇടം വരെ, ഇയാളാണെങ്കിലോ ഇവിടെ മുതൽ ഇടം വരെ. അങ്ങനെ ടോട്ടലായിട്ട് നമുക്ക് പറയാൻ പറ്റുവാണെങ്കിൽ -3/2 മുതൽ 3 വരെ. യൂണിയൻ എടുക്കാണല്ലോ വരുന്നത്, കാരണം ഇതും ആവാം അതും ആവാം. പക്ഷേ എന്തൊക്കെ പാടില്ല? -1 പാടില്ല. ഓക്കെ, അത് മാത്രമേ പാടില്ലാത്തുള്ളൂ. ഇല്ല, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഡെഫിനേഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത് -3/2 വലുതാവണം. അത് -3/2 വലുത് തന്നെയാണ്. പക്ഷേ അതിനകത്ത് എന്ത് പാടില്ല? 0 കൂടി പാടില്ല എന്ന് ഡെഫിനേഷനും ലാസ്റ്റ് കിട്ടുന്ന ഈ യൂണിയൻ ആൻസറും ഇൻ്റർസെക്ഷൻ ചെയ്യണം. ഞാൻ ഇപ്പോൾ അവിടെ രണ്ടും ഒരുമിച്ച് ചെയ്യാണ്. സോ ഇവിടെ 0 കൂടി വരണം റൈറ്റ്. സോ നമ്മൾ കറക്റ്റ് തന്നെയാണ്, നോക്കട്ടെ. ഇതാ കറക്റ്റായിട്ട് വരുന്നുണ്ട്. ലാസ്റ്റ് ഫൈനൽ ഉത്തരം കറക്റ്റാണ്. സോ ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഒരു മെയിൻസ് ക്വസ്റ്റ്യനാണ്. ഇതും സിമിലറായിട്ട് ചെയ്യേണ്ട പരിപാടി തന്നെയാണ്. ഓരോ ഇനിക്വാളിറ്റീസിനെല്ലാം ഒരേ മെത്തേഡ് തന്നെയാണ്. പക്ഷേ നല്ല മിസ്റ്റേക്സ് വരാൻ എല്ലാ സാധ്യതകളുണ്ട്, അത്രയേ ഉള്ളൂ. വേറെ എല്ലാം കറക്റ്റ്. ഇവിടെ എന്താണ് ആദ്യത്തെ നമ്മളെ ഡെഫിനിഷൻ കേസ്? എക്സ് -7/2x - 3 അതെന്താണ്? ഗ്രേറ്റർ ദാൻ 0 വേണം. പിന്നെ പോരാനായിട്ട് എക്സ് പ്ലസ് 7/2 അതും ഗ്രേറ്റർ ദാൻ 0 ആവണം. അപ്പോൾ ഈ ചങ്ങായി സ്ക്വയർ ആയതുകൊണ്ട് എപ്പോഴും ഗ്രേറ്റർ ദാൻ 0 ആണ്. ശരി. സോ എക്സിന് എന്താവാൻ പാടില്ല? ഒന്ന് എക്സിന് 7 ആവാനേ പാടില്ല എന്നുള്ള കാര്യം മനസ്സിലായി. പിന്നെന്താണ്? എക്സിന് 3/2 ആണ്, കാരണം ഇത് അൺഡിഫൈൻഡ് ആയി. ഇപ്പം എക്സിന് 3/2 ആവാനും പാടില്ല. ഈ രണ്ട് സാധനങ്ങൾ ഡെഫിനിഷൻ കിട്ടി. പിന്നെ ഇവിടെ നിന്ന് എന്താ കിട്ടിയത്? ഇവിടുന്ന് എക്സ് ഗ്രേറ്റർ ദാൻ -7/2 എന്നുള്ള ഒരു കാര്യം കൂടി കിട്ടി. ഇത്രയും 3 സാധനങ്ങൾ ഡെഫിനിഷൻസിലുണ്ട്. സോ എക്സ് -7/2 വലുതാണ്. സോ ഈ പറഞ്ഞ ഡെഫിനിഷൻസ് ഒന്ന് ഇൻ്റർസെക്റ്റ് ചെയ്യുക. രണ്ട് ഡെഫിനിഷൻസും വേണം, രണ്ടും വേണം. അതുകൊണ്ട് രണ്ടും ഇൻ്റർസെക്റ്റ് ചെയ്യണം, രണ്ടിൻ്റെയും കോമൺസ്. സോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -7/2 ഇങ്ങനെ പോയി. -7/2 വലുത് അവിടെ തന്നെയാണ് 7 വരുന്നത്, 3/2 അവിടെ തന്നെയാണ് പെടുന്നത്. സോ നമുക്ക് പറയാൻ പറ്റും എക്സ് ബിലോങ്സ് ടു -7/2 ടു ഇൻഫിനിറ്റി. പിന്നെ എന്താ ഉൾപ്പെടുത്താൻ പാടില്ല? -7 പാടില്ല, 3/2 പാടില്ല. ഓക്കെ, ഇതാണ് ഡെഫിനിഷൻ കിട്ടിയ സാധനം. ഇനി അടുത്തതാണ് നമ്മൾ കേസ് 1. ഇയാൾ ഗ്രേറ്റർ ദാൻ 1 ആണെന്നുള്ള, ഇയാൾ ബേസ് ഗ്രേറ്റർ ദാൻ 1 ആണ്. എന്നിട്ട് സോൾവ് ചെയ്യുക. ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ സോൾവ് ചെയ്യുക. കേസ് 2 ഇയാൾ ലെസ് ദാൻ 1 ആണെങ്കിൽ ആദ്യം ചെയ്തതിന് ശേഷം നമുക്ക് എക്സിൻ്റെ ഒരു വാല്യൂ കിട്ടുമല്ലോ. ആ എക്സിൻ്റെ വാല്യൂ ഇവിടുന്ന് സോൾവ് ചെയ്തതിന് ശേഷം കിട്ടുന്ന ആ ഒരു വാല്യൂ എന്ത് ചെയ്യുക? ഇൻ്റർസെക്റ്റ് ചെയ്യുക. ഇൻ്റർസെക്റ്റ് ചെയ്തതിന് ശേഷം ഇവിടുന്ന് സെയിം പരിപാടി ചെയ്യുക. ഇൻ്റർസെക്റ്റ് നേരത്തെ ചെയ്ത് അതേ മെത്തേഡ് തന്നെ ഇൻ്റർസെക്റ്റ് ചെയ്യുക.
എന്നിട്ട് ലാസ്റ്റ് കിട്ടുന്ന ആൻസേഴ്സ് യൂണിയൻ ചെയ്യാം. ലാസ്റ്റ് കിട്ടുന്ന ആൻസേഴ്സ് യൂണിയൻ ചെയ്ത് കഴിഞ്ഞാൽ അതെന്തോ ചെയ്യാം, നമ്മൾ ഡെഫിനിഷനായിട്ട് കിട്ടുന്ന ആൻസറായിട്ട് ഇൻ്റർസെക്റ്റ് ചെയ്യാം. എന്നിട്ട് ഭയങ്കര കൺഫ്യൂഷൻ ആകുന്നില്ല, ഇൻ്റർസെക്റ്റ് ചെയ്താൽ അതായിരിക്കും ലാസ്റ്റ് വാല്യൂസ്. ആ ലാസ്റ്റ് വാല്യൂൻ്റെ ഉള്ളിലുണ്ടാകുന്ന ഇൻ്റഗ്രൽ സൊല്യൂഷൻസ്, അതാണ് ഉത്തരം. ഇതിന് ആ മെത്തേഡ്, എല്ലാത്തിനും ഒരേ മെത്തേഡ്. പ്രത്യേകിച്ച് ഞാൻ ഈ ചെയ്യുന്നതിനെ കൊണ്ട് സമയം പോകുന്നേ ഉള്ളൂ. ജസ്റ്റ് മെത്തേഡ് തന്നെ നിങ്ങൾ ചെയ്ത് നോക്ക്. ഓക്കെ, ഡൺ.